പൊതുവിദ്യാഭ്യാസ രംഗത്ത് വമ്പൻ പരിഷ്കാരങ്ങളുമായി വിദ്യാഭ്യാസ വകുപ്പ്. ക്ലാസ് മുറികളിൽ ഇനി ബാക്ക് ബെഞ്ചേഴ്സ് ഇല്ല. കൂടാതെ സ്കൂൾ ബാഗിന്റെ ഭാരം കുറയും. പുതിയ പരിഷ്കാരങ്ങളുടെ കരട് റിപ്പോർട്ട് കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകരിച്ചു. SCERT സമർപ്പിച്ച പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വെബ്സൈറ്റിലുള്ള കരട് റിപ്പോർട്ടിൽ ജനുവരി 20 വരെ പൊതുജനങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താം. അഷിൻഡിയാഗോ ഉണ്ട്. അഷിൻഡിയാഗോ, ബാക്ക് ബെഞ്ചേഴ്സിന്റെ സൗന്ദര്യവും സ്വാതന്ത്ര്യവും ഒരു കാലത്ത് അനുഭവിച്ചവരാണ് നമ്മളിൽ പലരും. ഇനി ആ സ്വാതന്ത്ര്യവും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അത് നല്ല കാര്യമായിട്ടാണ് എല്ലാവരും പറയുന്നത്. അർഹമായ പരിഗണനയും നോട്ടവും എല്ലാ കുട്ടികൾക്കും ഒരേ സമയം കിട്ടും. അതൊരു സിനിമയുടെ ഇമ്പാക്റ്റ് ആണെങ്കിലും കാര്യമായ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. അശ്വിൻ, അരുൺ, തീർച്ചയായും അറിവിനൊപ്പം ആരോഗ്യവും തുല്യതയും ഉറപ്പുവരുത്തുന്ന ഒരു പുതിയ അധ്യയനത്തിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗം കടക്കുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ മുന്നോടിയായി തന്നെ ഇതിന്റെ അംഗീകാരങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട കാര്യം. കരിക്കുലം പരിഷ്കാരങ്ങളുടെ കരട് റിപ്പോർട്ടിന് സ്റ്റിയറിംഗ് കമ്മിറ്റി ഇപ്പോൾ എന്തായാലും അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇത് പ്രകാരം ഇനി മുതൽ ബാക്ക് ബെഞ്ചേഴ്സ് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് നേരത്തെ അരുൺ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഒരു കാലത്ത് ബാക്ക് ബെഞ്ചുകൾ അടക്കിവാണ് ആളുകളുണ്ട്. പക്ഷേ അവർ പിന്നീട് വലിയ ആളുകളാകുന്നതും ചരിത്രം സാക്ഷിയായിട്ടുണ്ട്. പക്ഷേ ഇനി മുതൽ എന്തായാലും എല്ലാവരും തുല്യതയോടെ ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇനി അങ്ങനെ ആരെയും തരം താഴ്ത്തി മാറ്റേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു വേർതിരിവ് ക്ലാസ് മുറികളിൽ വേണ്ട, എല്ലാവരും തുല്യതർ എന്നൊരു സന്ദേശം കൂടി നൽകുന്ന രീതിയിലേക്കുള്ള തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്കൂൾ ബാഗുകളുടെ ഭാരം സംബന്ധിച്ചാണ്. സ്കൂൾ ബാഗുകളും ആ ഒരു ഭാരം അത് നേരത്തെ മുതൽ തന്നെ വലിയ രീതിയിൽ ചർച്ചകളൊക്കെയായി നടന്നിരുന്ന കാര്യങ്ങളാണ്. എന്തായാലും സ്കൂൾ ബാഗുകളുടെ ഭാരം കൂടി കുറയുന്നു എന്നുള്ളതാണ്. ജനുവരി 20 തീയതി വരെയാണ് ഇതിന് നിർദ്ദേശങ്ങൾ അറിയിക്കാനുള്ള സമയം നൽകിയിട്ടുള്ളത്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും തങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി തന്നെ അറിയിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതിനു ശേഷമായിരിക്കും പുതിയ രീതിയിലേക്ക് ഈ അഭിപ്രായങ്ങൾ കൂടി സമാഹരിച്ച ശേഷമായിരിക്കും പുതിയ അധ്യയന വർഷം മുതൽ ഇത് നടപ്പിലാക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയൊരു ചുവടുവെപ്പാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. തുല്യനീതി എന്നുള്ള വലിയൊരു ആശയം, അല്ലെങ്കിൽ ആ ഒരു സന്ദേശം ക്ലാസ് മുറികളിലേക്ക് കൂടി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺ, താങ്ക് യു. അഷിൻഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്.